ഇന്ന് നമുക്കൊരു ചൈനീസ് ഫിലിമിനെ പരിചയപ്പെടാം. അത്യാവശ്യം മിസ്റ്ററി ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർക്കും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കഥയ്ക്കുള്ളിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്ന സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ഞാൻ ഈ ഒരു സിനിമ കണ്ടത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ്. എന്തായാലും താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഓക്കെ, ആദ്യമേ സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ലോസ്റ്റ് ഇൻ ദി സ്റ്റാർസ് എന്നുള്ളതാണ്. 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ചൈനയിൽ നിന്നും ബാർലാൻഡിയ എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രദേശത്തേക്ക് എത്തുകയാണ്. അവർ അവിടെ ഒരു റിസോർട്ടൊക്കെ എടുത്തിട്ട് അവിടെ താമസം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ വൈഫ് ഒരു ദിവസം പെട്ടെന്ന് മിസ്സിങ് ആവുകയാണ്. തുടർന്ന് നമ്മുടെ നായകനാണ് ഹസ്ബൻഡ് എന്നുള്ളത്. തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. എൻ്റെ വൈഫിനെ കാണാനില്ല എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് നൂറുകൂട്ടം വേറെ പ്രശ്നങ്ങളുണ്ട്, നീ ഒന്ന് പോയി തൊലയിടാ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് കിട്ടിയത്. എന്തായാലും നായകൻ വിഷമിച്ച് ആ ഒരു ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു റിസോർട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ തൻ്റെ അടുത്തൊരു സ്ത്രീയും കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ അവകാശപ്പെടുന്നത് ഞാനാണ് നിൻ്റെ വൈഫ്, ഓക്കെ എന്ന് പറയുന്നു. എന്നാൽ നായകൻ നോക്കി കഴിയുമ്പോൾ നായകൻ്റെ വൈഫല്ല, ഇത് വേറെ ഏതോ അജ്ഞാതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ സാഹചര്യവശാൽ എല്ലാ തെളിവുകളും നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും ഇതാണ് ഇവൻ്റെ വൈഫ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ്, ഇത് തന്നെയാണോ വൈഫ്, അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും അമ്നീഷ്യ വല്ലതും ബാധിച്ചതാണോ എന്നൊക്കെ തന്നെ അത്യാവശ്യം സസ്പെൻസ്ഫുള്ളാക്കി പറഞ്ഞു തരുന്നതാണ്, അല്ലെങ്കിൽ കഥ പറയുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്നുള്ളത് അത് പ്രഡിക്റ്റബിൾ അല്ല സിനിമ എന്നുള്ളതാണ്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയില്ല ഇതെന്താണ് സംഭവം. പ്രേക്ഷകർക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമാണ് ഒരു ഘട്ടം വരെ. ശരിക്കും നായകൻ്റെ എന്തെങ്കിലും ബുദ്ധിക്ക് എന്തെങ്കിലും വിഷയം വന്നതാണോ, അല്ലെങ്കിൽ ഇവള് തന്നെയല്ലേ വൈഫ്, അല്ലെങ്കിൽ ഇതല്ലയോ ആൾമാറാട്ടം വല്ലതും ആണോ, ഇതൊന്നും നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ എന്തായിരിക്കാം എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെ നമ്മളിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു അൺപ്രഡിക്റ്റബിൾ സ്റ്റോറി കൂടാതെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കൊണ്ടുവെക്കുന്ന നല്ല നൈസായിട്ടുള്ള ടേൺസ്, നല്ല രീതിയിലുള്ള പ്ലോട്ട് ട്വിസ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കൂടാതെ പെർഫോമൻസ് വൈസിൽ എല്ലാവരും കിട്ടില്ലായിരുന്നു. എങ്കിലും എടുത്തു പറയേണ്ടത് ഒന്ന് നായകൻ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വൈഫാണെന്ന് പറഞ്ഞ് എത്തുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനം. കൂടാതെ നായകൻ ഒരു ലോയറിൻ്റെ സഹായം തരുന്നുണ്ട്, ആ ഒരു പുള്ളിക്കാരത്തിനും പ്രകടനം ഗംഭീരമായിട്ടാണ് നിന്നിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വൈഫായിട്ട് എത്തുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ റിയലായിട്ട് നായകൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വൈഫായിട്ട് ഒരു സ്ത്രീ എത്തുന്നുണ്ട്, ഒരു ആക്ട്രസ് എത്തുന്നുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് കിടിലോ എന്ന് പറയാൻ സാധിക്കും. അതായത് സിനിമ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഷെടാ ഇവരൊക്കെ എന്തൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഓക്കെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കൂടുതലായിട്ട് പറയാൻ പറ്റില്ല, കാരണം കഥാപാത്രങ്ങളെയോ അവരുടെ അഭിനയത്തെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കാത്തത്. കൂടുതൽ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു ചിത്രം കൂടിയാണ്. അതെല്ലാ മേഖലയിൽ നിന്നും, ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും ഒരു പെർഫെക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഒരു ചിത്രം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, എസ്പെഷ്യലി ക്രൈം ത്രില്ലർ സിനിമകൾ, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ മുഷിപ്പൊന്നും ഇല്ലാതെ ഒരു 2 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു ഡീസൻറ്റ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഈ സിനിമയ്ക്കുള്ളിൽ സെക്ഷൽ കണ്ടൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വേണമെങ്കിലും ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉപയോഗിച്ചാണ് കണ്ടത്, ഇതിൻ്റെ മലയാള സബ് ടൈറ്റിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല. കൂടാതെ ടെലിഗ്രാമിലൊക്കെ കുറേ നോക്കി സിനിമ കാണാൻ വേണ്ടി, അത് കഴിഞ്ഞിട്ടാണ് നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ കണ്ടത്. അപ്പം ടെലിഗ്രാമിൽ എനിക്കറിയില്ല, നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു സിനിമ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ളതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും നെറ്റ്ഫ്ലിക്സിലുണ്ടാകും. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയുടെ റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 7/10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.